തേച്ചു പീഡിപ്പിക്കാൻ പൂഴി വേണ്ട, തേച്ചു മിനുക്കാനും പൂഴി വേണ്ട. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ കൂത്തുപറമ്പ് മണ്ഡലം ജ്യോതിസ് പദ്ധതിയുടെ ഭാഗമായി അനുമോദിച്ചു. പരിപാടി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഉദ്ഘാടനം ചെയ്തു. KP മോഹനൻ MLA അധ്യക്ഷത വഹിച്ചു. കൂത്തുപറമ്പ് നഗരസഭാ ചെയർമാൻ V. സുജാത ടീച്ചർ, മൊകേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വത്സൻ, കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജീവൻ, തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കീൽ, K. കുഞ്ഞത്തുള്ള, രാമചന്ദ്രൻ ജോസ്ന, KP യൂസഫ്, KP ശിവപ്രസാദ്, സുരേഷ് കരോളിൽ, സ്കൂൾ മാനേജർ N. സുനിൽകുമാർ, ഹെഡ്മാസ്റ്റർ TK ഷാജിൻ എന്നിവർ സംസാരിച്ചു. കോർഡിനേറ്റർ ദിനേശൻ മഠത്തിൽ സ്വാഗതവും E. സുരേഷ് ബാബു മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ജ്യോതിസ് വിദ്യാഭ്യാസ പദ്ധതി സൈലന്റ് ലേണിംഗ് ആപ്പിന്റെ സഹകരണത്തോടെയാണ് അനുമോദനം സംഘടിപ്പിച്ചത്. ഇത്രമാത്രം വലിയ വിജയമാണ് നമ്മുടെ നാടിൽ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആഗ്രഹം പലപ്പോഴും സംസാരിക്കുന്ന സമയത്തൊക്കെ മനസ്സിലായിട്ടുള്ളവർക്ക് വളരെ പെട്ടെന്ന് പഠിച്ച് വലിയ ഒരാളായി തീരണം എന്നുള്ള രീതിയിലൊക്കെയാണ് കുട്ടികൾ സംസാരിക്കുന്നതെങ്കിൽ പോലും ഇവിടെ വേദിയിലിരിക്കുന്ന മുതിർന്ന ഒരാളോട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഏത് കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഉത്തരം വീണ്ടും പഠിച്ചിരുന്ന ക്ലാസ് മുറിയിലേക്ക്, മധുരച്ചൂരലിന്റെ മണം കയറുന്ന, ചുവപ്പുപൊടിയുടെ ഗന്ധം കയറുന്ന ആ ക്ലാസ് മുറിയിലേക്ക് ഒരിക്കലെങ്കിലും തന്റെ കൂടെ പഠിച്ചിരുന്ന കൂട്ടുകാരിയുടെ അടുക്കലേക്ക്, മനോഹരമായ കഥകൾ പങ്കുവച്ചിരുന്ന ആ കാലഘട്ടത്തിലേക്ക് ഒരിക്കലെങ്കിലും തിരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷം എന്നായിരിക്കും ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഒരുപക്ഷെ പറയുന്നത്. അപ്പൊ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്നത് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളെല്ലാവരും പരിഭവങ്ങൾ ഒത്തിരി പറയാറുള്ള ആൾക്കാരാണ്, പരാതി പറയുന്ന ആൾക്കാരാണ്. പാനൂർ രജിസ്റ്റർ ഓഫീസ്, സബ് ട്രഷറി എന്നിവയ്ക്കായി പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തി KP മോഹനൻ MLA വിലയിരുത്തി. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K. ലജീഷ് കുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, കരാറുകാരൻ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. ഒരിടവേള കൂടി. കലാരംഗത്തൊക്കെ തന്നെ കുട്ടികൾ നന്നായിട്ട് വളരണം. അതുകൊണ്ട് തന്നെയാണ് എല്ലാ 147 വിദ്യാലയങ്ങളിലും ഈ മണ്ഡലത്തിലെ 147 വിദ്യാലയങ്ങളിൽ സ്പോർട്സ് കിറ്റും അതോടൊപ്പം തന്നെ വായിക്കാനുള്ള വായനശാലയിലേക്കുള്ള പുസ്തകവും കൊടുത്തത്. ആ പുസ്തകങ്ങളൊക്കെ തന്നെ വായിക്കാൻ വേണ്ടിയിട്ടാണ്. ഒപ്പം ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ജൂൺ മാസം ആദ്യം 10-ാം തീയതിക്കകം ഈ മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ജാഗ്രതാ സമിതികൾ വിളിച്ചു ചേർക്കുകയാണ്. വിദ്യാഭ്യാസ ജാഗ്രതാ സമിതികൾ, വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പുരോഗതി, വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ തന്നെ ഹിതകരമില്ലാത്ത, ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെ ഇടയിൽ. അതിനൊക്കെ തന്നെ പരിഹാരം കാണണം. പ്രത്യേകിച്ച് മയക്കുമരുന്ന് അതോടൊപ്പമുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതൊക്കെ തന്നെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഞങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഈ മയക്കുമരുന്നിനെ കുറിച്ച് ചർച്ച നടന്നപ്പോൾ നമ്മുടെ അഴീക്കോട് MLA സുമേഷും ഞാനും കൂടി ചർച്ചയ്ക്ക് വിധേയമാക്കിയതാണ്. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഞങ്ങൾ